ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ മേക്ക് ഡിസൈൻസ്. പ്രീമിയം കാറ്റലോഗിൽ വരുന്ന ഒരു കളക്ഷനാണ്. അതായത് കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഇച്ചിരി കൂടെ റേറ്റ് കുറവാണ്. അതായത് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കണ്ട 1980, 2190 ആ റേഞ്ചിൽ വരുന്ന ഫാബ്രിക്സിലുള്ള ടൈപ്പ് പാറ്റേൺ ഇത് വന്നിരുന്നുണ്ടോ. ഹെവി ആയിട്ടുള്ള ക്രഷ്ഡ് സിൽക്കാണ് ഇതിൽ ചെയ്തേക്കുക. ആൻഡ് ഇതിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതിലെല്ലാം ജെറി പോലത്തെ വർക്കും ഫുൾ അതിൽ സ്റ്റിക്കേഴ്സാണ്. അപ്പം സ്റ്റിക്കേഴ്സ് വേണ്ടാത്തവർക്ക് നമുക്ക് ഈ ടൈപ്പ് വർക്ക് എടുക്കാം. ഇതിപ്പം ട്രെൻഡിങ് ആയിട്ടോട്ടിരിക്കുന്നതാണ്. അത് മൾട്ടി കളേർഡ് ഫ്ലവർ വർക്കാണ് ഇതിൽ കൊടുക്കുന്നത്. ഇതിൽ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഹെവി വർക്ക് തന്നെയാണ് വന്നേക്കുക. നമുക്ക് ഫേവറേറ്റ് ഉള്ള പീച്ച്, ഇത് ലെമൺ ഗ്രീൻ, കുറച്ചുകൂടെ ഗ്രീൻ ഹൈലൈറ്റഡ് ആണ് ലെമൺ കളറിൽ. ഇത് ഡാർക്ക് സീ ഗ്രീൻ ആണ് ഷെയ്ഡ്. ചിലപ്പം വീഡിയോയിൽ ബ്ലൂ ആയിട്ടായിരിക്കും, ബ്ലൂ അല്ല സീ ഗ്രീൻ ആണ്. പിന്നെ ഇത് ലെവൻഡർ ആണ് കളർ. സോ ഇങ്ങനെ വരും ഇതിൻ്റെ പാറ്റേൺ വന്നിട്ട്. മൾട്ടി കളേർഡ് വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് വിത്ത് ഹെവി ഡയമണ്ട്. ഈ ദിവസങ്ങളിൽ കണ്ട ക്രിസ്റ്റൽസിന് പകരം ഇതിൽ മൾട്ടി കളേർഡ് എംബ്രോയ്ഡറി ആണ്. പിന്നെ ഇങ്ങനത്തെ ഹെവി വർക്ക്സ് വരുന്ന ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബോട്ടം അപ്പം ലൂസായിട്ട്, അതായത് ഫുൾ ലെങ്തിലായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള ഐറ്റംസ് വരിക. നമ്മുടെ ഓൺ ഡിസൈനിൽ വരുന്ന ലെങ്ത് ഇല്ല, ഹെവി വർക്ക് വരുന്ന ടൈപ്പ് ഐറ്റംസ് നിങ്ങൾ നോക്കിയാൽ മതി. അതിൻ്റെ സ്റ്റിച്ചിങ് പാറ്റേൺ നമ്മൾ നോർമൽ സൽവാറിൻ്റെ രീതിയിലല്ല. അത് നല്ല നമ്മുടെ ഫുൾ ലെങ്തിൽ കൊടുക്കാതെ ആ ഒരു ഈ ഒരു നമ്മുടെ കാൽമുട്ടിൻ്റെ അവിടം വരെയൊക്കെയുള്ള ലെങ്ത് കൊടുത്തിട്ട് ലൂസായിട്ടുള്ള ബോട്ട് ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് ബോട്ട് ആയിരിക്കും ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സെറ്റ്സിൻ്റെ കൂടെ പെയർ ചെയ്യുക. അത് ഹെവി വർക്ക് വരുന്ന ടൈപ്പ് ഐറ്റത്തിൻ്റെ കൂടെ. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നേക്കുക. ഇതിലൊന്നും സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തിട്ടില്ല, അതായത് സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല, ഫുൾ വർക്കാണ്. ആൻഡ് ബോട്ടോ ലൈനിങ്ങും യൂഷ്വൽ ഉള്ള പോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വിസ്കസ് റയോൺ ഫാബ്രിക്കിലാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡാർക്ക് സീ ഗ്രീൻ ആണ്. ഇത് ഡയമണ്ട് ബോർഡർ. ബാക്കി മുകൾ ഭാഗത്തോട്ടുണ്ടോ ഇതിൻ്റെ അകത്ത് ഒരുപാട് കോംബോ ഈ എംബ്രോയ്ഡറി വർക്ക്സിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്ലാറ്റിനം ക്രഷ് സിൽക്ക് തന്നെ, അതായത് ക്രഷ്ഡ് ഫോമിലാണ് ഫാബ്രിക് വന്നേക്കുന്നത്. ഈ ഭയങ്കര റിച്ച് ആയിട്ട് നിൽക്കുന്ന പ്രീമിയം ഫാബ്രിക് ആണ് ഇത് വന്നേക്കുന്നത്. വൺ ഓഫ് ദ പ്രീമിയം ഫാബ്രിക് തന്നെയാണ് ഇപ്പം മാർക്കറ്റിലുള്ള ഈ ക്രഷ്ഡ് ഫാബ്രിക്കിൽ വരുന്നത്. ഇതേപോലെയാണ് അതിൻ്റെ ടോപ്പിലെ വർക്ക്. ഇത് വീഡിയോയിൽ ബ്ലൂ ആയിരിക്കും, ബ്ലൂ അല്ല, നേരിട്ട് കാണുമ്പം സീ ഗ്രീൻ ആണ്. സീ ഗ്രീനിലും ചെറിയൊരു ബ്ലൂവിൻ്റെ മിക്സ് എന്നാലും വരുന്നുണ്ട്, സീ കളറാണല്ലോ. ഇതാണ് അതിൻ്റെ ദുപ്പട്ട വന്നേക്കുക. വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ 1580 പ്രൈസ്. ഇതൊരു ഡാർക്ക് ലെമൺ കളറാണ്. കുറച്ചും കൂടെ നേരിട്ട് കാണുമ്പോഴൂടെ ആ ലെമൺ ഗ്രീൻ ഉണ്ടല്ലോ, ഈ യെല്ലോ മിക്സ് ആയിട്ട് നിൽക്കുന്ന പോലത്തെ ഗ്രീൻ, അങ്ങനത്തെ ഒരു ഗ്രീൻ ഹൈലൈറ്റഡ് ആണ് ഇതിൽ. കോമ്പിനേഷൻ എല്ലാത്തിലും ഓൾമോസ്റ്റ് സെയിം ആണെന്ന് തോന്നുന്നു. ഇതിലെല്ലാം ലെവൻഡർ, പീച്ച്, ഗ്രീൻ, റെഡ്, അങ്ങനെ കുറേ കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഹെവി മൾട്ടി കളേർഡ് എംബ്രോയ്ഡറി വർക്കാണ് ഈ ഒരു പ്രീമിയം ഫാബ്രിക്കിൽ ചെയ്തേക്കുക. നല്ല പ്രീമിയം ലുക്ക് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതിൽ ഫുള്ളും ഹെവി വർക്കിൻ്റെ അകത്ത് സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ട്, അപ്പം ഇതിൽ സ്റ്റിക്കേഴ്സ് ഇല്ല, ഹെവി വർക്ക് മാത്രം. ദുപ്പട്ടയും അതേപോലെ ബോത്ത് ബോർഡേഴ്സ്, സിംഗിൾ ബോർഡർ അല്ല, ബോത്ത് ബോർഡേഴ്സിലും ഹെവി വർക്ക് ഇൻ മൾട്ടി കളേഴ്സ് വിത്ത് ബോട്ടം ആൻഡ് ഇന്നർ 1580 പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അടുത്തത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പീച്ചാണ്. ഇതിലെ കളേഴ്സ് എല്ലാം നമുക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള, അതായത് എല്ലാവർക്കും ചേരുന്ന കളേഴ്സാണ്. പീച്ച്, ലെവൻഡർ, അത് ഭയങ്കര ഡാർക്ക് അല്ല, എല്ലാവർക്കും മാച്ച് ആവുന്ന പോലത്തെ നല്ല കളർ ഷെയ്ഡ്സിൽ ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻസിലാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കളേഴ്സേ ഉള്ളൂ. നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യാം. താങ്ക് യു.